അതാണ് നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും രണ്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. അത് ഏറ്റവും ആദ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വരും അവിടെ. മനസ്സിലായില്ലേ? യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി വരും. ഏറ്റവും ആദ്യം വരും. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. കോൺഗ്രസ് ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലും ജാതിയും മതവും നോക്കി രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാറില്ല. കഴിവുള്ള ഒരുപാട് പ്രഗത്ഭർ ഞങ്ങൾക്കുണ്ട്. നിലമ്പൂരിലും ഉണ്ട്. അവരെല്ലാം പ്രഗത്ഭരാണ്. അവരുടെ ജാതിയും മതത്തിൻ്റെ പേരിലും പ്രഗത്ഭരായവരല്ല അവർ പാർട്ടി DCC KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, പാർട്ടിയുടെ താഴെത്തട്ടിൽ KSU യൂത്ത് കോൺഗ്രസ് തലങ്ങളിൽ പ്രവർത്തിച്ച് എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതിലെല്ലാ ജാതിക്കാരും ഉണ്ടാവും, എല്ലാ മതക്കാരും ഉണ്ടാവും. പൊതുവായിട്ട് ഞങ്ങൾ എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം മൊത്തത്തിൽ ഒരു സ്റ്റേറ്റ് മൊത്തത്തിലെടുക്കുമ്പോൾ ഞങ്ങൾ ചില സന്തുലിതാവസ്ഥയൊക്കെ നോക്കും. അത് എല്ലാ പാർട്ടികളും നോക്കുന്നതല്ല, ഞങ്ങളും നോക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയും മതവും നോക്കിയിട്ട് ഞാൻ കണ്ടു ചില വാർത്തകളൊക്കെ ഇന്നലെ അതിൻ്റെ പേരിൽ ഇന്നയാൾ, ഇതിൻ്റെ പേരിൽ അന്നയാൾ. നിങ്ങൾക്ക് കോൺഗ്രസിന് എന്തും പറയാം. കാരണം നിങ്ങൾ CPM-നോട് ഇതുവരെ സ്ഥാനാർത്ഥി ആരാന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഒരു സീറ്റായിരുന്നു ഇത്. UDF-ൻ്റെ സീറ്റല്ലായിരുന്നല്ലോ. നിലമ്പൂരിൽ ഇടതുപക്ഷ മുന്നണി സ്വതന്ത്രം ജയിച്ച സീറ്റാണ്. തീരുമാനിക്കുന്നു അങ്ങനെയല്ലേ പറഞ്ഞത്? ഒരാഴ്ചക്കുള്ളിൽ. ഇപ്പം നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? എപ്പോൾ വരുന്നത്? അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത് ഞങ്ങൾ ഏറ്റവും ആദ്യം ഞങ്ങൾ ഡിസൈഡ് ചെയ്യും. ഞങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ ഞങ്ങൾക്കൊരു പ്രോസസ്സുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇലക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾ, ഇവരോടൊക്കെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്, എങ്ങനെയാണ് ആക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യും. ആ പ്രോസസ്സൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നു കഴിഞ്ഞ് അതിനൊടുവിൽ അവർ ഹൈക്കമാൻഡിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിനിറ്റ് പോലും താമസിക്കാതെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അത് മറ്റേ എറണാകുളത്തെ തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിലും പാലക്കാട് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അതുപോലെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വലിയ കാര്യങ്ങൾ സംസാരിക്കുക. നമ്മൾ PV അൻവർ ഓൾറെഡി UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ നമ്മൾ മുഖവിലക്കെടുക്കുകയാണ്. UDF-ൻ്റെ സ്ഥാനാർത്ഥി താമസം വിന വരും. വളരെ എഴുതി വെച്ചോ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വാട്ടർലൂ നിലമ്പൂരിൽ നിന്നും ആരംഭിക്കും. അതിശക്തമായ ഭൂരിപക്ഷം നേടി UDF സ്ഥാനാർത്ഥി അവിടെ വൻ വിജയം നേടും. അതോടുകൂടി ക്ലൈം ഡൗൺ ആണ് പിണറായി സർക്കാരിൻ്റെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ.